ചിന്താപ്രഭാതം. ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെയും അതിജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി സുഖമായി ജീവിക്കാമെന്ന്. എന്നാൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശരിക്കും ഈ ലോകം അങ്ങനെയാണെന്ന്. പ്രശ്നങ്ങൾ തീർന്നിട്ട് സന്തോഷിക്കാം എന്ന് വിചാരിച്ചാൽ സന്തോഷം നമുക്കെന്നും മരീചികയായി അകന്നകന്ന് പോയിക്കൊണ്ടേയിരിക്കും. നമുക്കില്ലാത്തതിനെ നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തതിനെ കുറിച്ചോർത്ത് പരിതപിച്ചിരിക്കാതെ നമുക്ക് ലഭിക്കുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ, വിജയങ്ങളിൽ, നേട്ടങ്ങളിൽ ആനന്ദം കണ്ടെത്താൻ ശ്രമിച്ചു നോക്കൂ. അപ്പോൾ ജീവിതം നമുക്കേറെ കൗതുകമുള്ളതായി മാറും. വീഴ്ചകളെയും താഴ്ചകളെയും മറന്നു കളയുക. അവയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തി മുന്നേറാൻ ശ്രമിക്കുക. പുതിയ അറിവുകളിലൂടെ, കാഴ്ചപ്പാടുകളിലൂടെ നിരന്തരം നമുക്ക് നമ്മെ തന്നെ പുനർനിർമ്മിക്കാൻ കഴിയണം, നവീകരിക്കാൻ കഴിയണം. കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ നമ്മെ തന്നെ നമുക്ക് പ്രാപ്തരാക്കേണ്ടതുണ്ട്. കപ്പൽ എപ്പോഴും തുറമുഖത്ത് സുരക്ഷിതമാണ്. പക്ഷെ അതിനല്ല അത് നിർമ്മിച്ചിരിക്കുന്നത്. താണ്ഡവമാടുന്ന തിരമാലകളിലൂടെ അതിന് സഞ്ചരിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ജീവിതവും ഏതാണ്ട് അതുപോലെയാണ്. ഏത് കൊടുങ്കാറ്റിലും തിരമാലകളിലും പകച്ചു നിൽക്കാതെ നിർഭയമായി, സമരോത്സുകരായി, ചെറുമന്ദഹാസത്തോടെ മുന്നോട്ട് പോവുക. അപ്പോൾ പ്രതിസന്ധികളും പൂമാലകളാകുന്നത് നമുക്ക് അനുഭവിക്കാനാകും. ഒത്തിരി സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ ശുഭദിനാശംസകൾ. രചന ബേബി മാത്യു അടിമാലി. ശബ്ദം നിഷാ സിൻസിയർ.